എന്നിട്ടാ ഉം. ഉം. എനക്കെന്തോ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത്? ഓനെ എന്തേനു അത്ര മിസ് ചെയ്യാൻ കാരണം? കാര്യം എന്താ? എന്തോ ഞാനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ ഓർമ്മയിൽ പണിയെടുക്കുമ്പോ നിൽക്കുമ്പോ നടക്കുമ്പോ എല്ലാം എനിക്ക് അതന്നെ ഓർമ്മ വരുന്നു പോയത്. പണിയെടുക്കുമ്പോലോ നീ ഇപ്പൊ തന്നെ ആലോചിക്കാറുണ്ടോ? ആ എന്താ അങ്ങനെ ചോദിച്ചേ? ഇത് ചോദിച്ചത്. ഏട്ടനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തോ ഭയങ്കര ഇഷ്ടായി, മറന്നു പോകുന്നില്ല. ഇങ്ങനെ ഉം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നു. ഇങ്ങനെ എന്തേനു? കാല് കാണുമ്പോ അവനിങ്ങനെ ഇട്ടാന്നല്ലേ കാല് പൊളിച്ച്, അപ്പൊ അതിങ്ങനെ കാണുമ്പോ ഓർമ്മ വരുന്നു. ഉം. കാലിലുള്ള ആ ഒരു ഇതില്ലേ റിങ്, ഉം. അത് കാണുമ്പോ ഓർമ്മ വരുന്നു. ഉം. പിന്നെ ഇത് ആരുടെ അടുത്താ ഞാൻ പറയണ്ട, ഏട്ടൻ്റെ അടുത്ത് അല്ലാണ്ട്? ഞാൻ പറയണ്ടെന്ന് അവനിപ്പൊ പറഞ്ഞാണ് വിളിച്ചാൽ പറഞ്ഞു. കിട്ടൂല. അവന് ഉം. രാത്രി വിളിച്ചാലേ കിട്ടുള്ളൂ. ഉം. ഉം. പിന്നെ എന്തോ നല്ല മിസ്സിങ് ഉണ്ട്. ഉം. പിന്നെയില്ലേ ഉം. അവൻ പറഞ്ഞു എനിക്ക് പാദസരം വാങ്ങിത്തരാം, ഉം. എന്റെ കാല് നേരിയ എന്തിന്? പാദസരം ഇട്ടാ നല്ല രസം ഉണ്ടാവും. നേരെ എന്തിനാ ഞാൻ വാങ്ങി തന്നില്ലേ? അതല്ല ഓൻ എൻ്റെ അടുത്ത് പറയുന്നേ റോസ് ഗോൾഡിന്റെ ഇല്ലേ, ഉം. പൊന്നിന്റെ പോലത്തെ, ആ, പൊന്നിന്റെ മനസ്സിലായി. അതേപോലത്തെ റേറ്റ് തന്നെയുള്ള അത് വാങ്ങിത്തരട്ടെ ഈ നേച്ച്. ഞാൻ പറഞ്ഞു എനിക്കത് അതിന് നല്ല ഇഷ്ടമല്ല. റേറ്റ് ഇല്ലേന്ന്. അപ്പൊ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണോന്ന് പറ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ജ്വല്ലറി പോയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ജ്വല്ലറി പോയാൽ നമ്മളാരും കാണൂലേ, അല്ല, അതുകൊണ്ട് നാട്ടിലെ നിനക്ക് ജ്വല്ലറി. നേരിയ പാദസരം ഇഷ്ടം? ആ നിന്നോട് ഞാൻ ചോദിച്ചപ്പോ നീ ഇഷ്ടമല്ലാന്നല്ല പറഞ്ഞു. അത് ആ സമയത്ത് ഞാൻ അങ്ങനെയാണ് ഒന്നാമത്. ആ സമയത്ത് അങ്ങനെ കാലൊന്നും അങ്ങനെ ശ്രദ്ധിക്കലില്ലാലോ, അങ്ങനത്തെ ഇഷ്ടങ്ങളാണ് അന്നേരം അങ്ങനെയൊന്നുമില്ലേ. ഇപ്പൊ എന്തോ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് കാലുകളിലാണോ കയ്യും. അപ്പൊ എന്തോ ഇട്ടാ നല്ല രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ അവൻ പറഞ്ഞ് നല്ല ഭംഗിയുണ്ടാവും ഇട്ടാല്. ഉം. അവനെന്റെ കാല് ഭയങ്കര ഇഷ്ടാ. അന്നിങ്ങനെ കാല് മടിയിലെടുത്ത് വെച്ചിട്ട് ഉം. കൊറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ പറയും കാല് നല്ല ഇഷ്ടാ. ഉം. അപ്പൊ അത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു എന്റെ കാലിനെ പറ്റിട്ട്. നിന്റെ ഏട്ടൻ കാലിൽ ഇങ്ങനെയൊന്നും നല്ല ഭംഗി. പറയില്ലാലോ. ഞാൻ എന്ത് പറയാനാ? ഞാൻ പറയാറുണ്ടല്ലോ നിന്നോട്, നല്ല ഭംഗിയാ നിന്റെ കാല്. അങ്ങനെയൊന്നല്ല, അവൻ പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തോ മറന്നു പോകുന്നില്ല. ഏട്ടാ പറ, പാസിലിട്ട രസം ഉണ്ടാവില്ലേ? ആ, നേരിയ കിട്ടാ രസമുണ്ടാവും. അവൻ ജ്വല്ലറിയിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പറയണ്ടേ, ആരും കാണൂലേ? അമ്മ, നിന്റെ ഇഷ്ടം. മാസ്ക് ഇട്ടിട്ട് പോക്കോ. ആ ഇട്ടിട്ട്. പിന്നെ ഏട്ടന്റെ നാടായോണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പുറത്തുള്ള ആൾക്കാർക്കൊന്നും എന്നെ അങ്ങനെ അറിയില്ലാലോ. വേറെ എവിടെന്നേലും വാങ്ങിച്ചാ പോരെ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ജ്വല്ലറി പോവാന്ന് ചോദിച്ചപ്പോ. നോക്കിട്ട് പറയാന്ന് പറഞ്ഞ. ഉം. 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 ഭയങ്കര ശ്രദ്ധയാ എന്റെ കാര്യത്തില്. പിന്നെന്താ പറഞ്ഞേ? പിന്നെ പറഞ്ഞ് അവന് നെറ്റിന്റെ തരുന്നതാവും ഇഷ്ടം, അപ്പൊ അത് ഓർഡർ ചെയ്ത് തരട്ടേന്ന് പറഞ്ഞു. ഇതിന് മുമ്പിട്ട് എനിക്കൊരു ബ്ലാക്ക് കളറിലത് ഫോട്ടോ അയച്ചു തന്നു നെറ്റിന്റെ ഉം. വേറെ ആയിട്ടുള്ള. അപ്പൊ എന്നോട് പറഞ്ഞത് ഇഷ്ടായിനോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ നെറ്റിന്റെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഉം. അവൻ പറഞ്ഞ അതെന്താ യൂസ് ചെയ്യാത്തെ, അങ്ങനത്തെ അല്ലേ ഇടേണ്ടത്, അപ്പൊ അല്ലേ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞു ഉം. അന്ന്. ഉം. ആ പിന്നെ മിഞ്ഞാന്ന് വന്നപ്പോ പറഞ്ഞു ഉം. അതല്ലേ കൂടുതൽ രസം ഉണ്ടാവുക, അങ്ങനത്തെ ഇട്ട് നോക്ക്.
ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഓർഡർ ചെയ്യാത്ത വീട്ടിക്ക് അഥവാ കൊണ്ടുവരുമ്പോ ഞാനില്ലാത്തപ്പോ അമ്മയാറ്റ വാങ്ങിക്കുന്നെങ്കിൽ അമ്മേന്റെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു ഇല്ല ഇനി വീട്ടിലുള്ള സമയത്ത് തന്നെ കൊണ്ടുവരൂ എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഫ്ലിപ്പില് ഓർഡർ ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോന്ന് പറഞ്ഞു. ശരി. അടുത്തതിന് വരുമ്പോ അതിടാൻ ഭയങ്കര ശ്രദ്ധയാണല്ലോ നിന്റെ കാര്യത്തില്. ശ്രദ്ധയും നല്ല കെയറും നല്ല തന്നെയാണ്. പിന്നെന്താ ഏട്ടൻ അങ്ങനെയൊന്നുമില്ലേനു, അങ്ങനത്തെ ഒന്നും ഇടണമെന്നൊന്നുമില്ലേനു. ഞാനേ അങ്ങനെയൊന്നുമില്ല. നെറ്റിന്റെ ഇട്ട് സാധാരണ ഇടുന്നാലും കണക്ക് തന്നെയല്ലേ. അല്ല, അതാ ഞാൻ പറഞ്ഞ ഏട്ടനൊന്നും അറിയില്ല. അവൻ കൊറേ നേരം അതിനെ ആസ്വദിക്കൂ കണ്ടിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ പറയുന്നത് അങ്ങനത്തെ എല്ലാം ഇടണം. അപ്പൊ എനക്കും ആദ്യം എനക്കും ഉണ്ട് എന്തിനാ ഇതെല്ലാം ഇടുന്നത് എന്നെല്ലാം എനക്ക് തോന്നി. പക്ഷെ പിന്നെ എനക്ക് മനസ്സിലായി എങ്ങനെയാന്ന്. അതിനായിരിക്കും. പിന്നെ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എന്റെ സ്മെല്ലോന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ സ്പ്രേ അടിക്കുന്നേ അല്ലെങ്കിൽ സ്പ്രേ അടിക്കലുണ്ടോ, ബോഡി വാഷ് ഏതാ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ബോഡി വാഷ് ഇല്ല. പറഞ്ഞ സ്പ്രേ അടിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ സ്പ്രേ അടിക്കുന്ന സ്പ്രേ അത്ര സ്നേഹിക്കുന്ന ആളല്ല, ബോഡി വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ പറഞ്ഞു ഇനി എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ എത്തിച്ചേരാന്ന. പിന്നെ എനിക്കൊരു ബോഡി ലോഷന്റെ ഒരു പേര് പറഞ്ഞു, ഒരു കൊക്കോന്റെ സ്മെല്ല്, എന്തോ ഒരു കൊക്കോ ഫ്ലേവർ ആയിട്ടാന്ന് തോന്നുന്നു. അതിന്റെ അടുത്ത് പറഞ്ഞ് അതിന് വെച്ച് നല്ല റേറ്റ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞ ഗൾഫിൽ ഉണ്ട്, ഓന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നല്ല ഗൾഫിലുള്ള നമ്മൾ കിട്ടുന്ന സാധനം. ഭയങ്കര സ്മെല്ലാന്ന് പറഞ്ഞു, നല്ല രസാ, നല്ല സ്മെല്ലാന്ന്, എനിക്ക് കൊണ്ടുത്തരാന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല, അതിന്റെ പേരറിയില്ല. ആ സമയത്ത് അവൻ പറഞ്ഞതാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവൻ അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടൻ അയച്ചുതരാം. ഗൾഫിൽ തന്നെ നല്ല റേറ്റ്, ഗൾഫിൽ തന്നെ നല്ല റേറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഇല്ലേട്ടാ പറഞ്ഞ എന്റെ കാല് നല്ല വെളുത്തിട്ടായോണ്ട് ബ്ലൂ കളർ നല്ലോണം ചേരും. നെയിൽ പോളിഷ് ബ്ലൂ കളർ നല്ലോണം ചേരും. അവനത് നല്ല ഇഷ്ടാണ്. ഞാൻ എന്റെ നെയിൽസ് എപ്പോഴും റൗണ്ട് ആയിട്ടല്ലേ വെട്ടല്. അപ്പൊ അവൻ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യണ്ട, അത് മാറ്റിട്ട് കുറച്ചൊന്ന് സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അതാ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് അന്ന് ആ സമയത്ത് എനിക്ക് പറഞ്ഞു ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അടുത്തേന് വരുമ്പോ ഞാൻ ചെയ്തോളൂന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല രസമുണ്ടാവും. അപ്പം പറഞ്ഞു എനിക്ക് ആദ്യം ഉള്ള രീതിയിലുള്ളത് ഇഷ്ടം. ഒന്ന് മാറ്റി നോക്കാം, അഥവാ അതാ രസമെങ്കിലോ. പിന്നെ ബ്ലൂ കളർ ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു സത്യമാണ്. ബ്ലൂ കളർ ഇടുമ്പോ ഒന്നും കൂടി ഒരു കാല് നല്ലൊരു ബ്രൈറ്റ് ആവാനുണ്ട്. എനിക്കെന്തോ റൗണ്ടായി ഇഷ്ടായിരുന്നു. ആർക്കറിയില്ല, എനിക്കെന്തോ നീ ഇപ്പോഴത്തെ ആ പാദസരവും പിന്നെ വെളുത്തിട്ടായോണ്ട് പിന്നെ ഒരു റെഡ് കളറ് നെയിൽ പോളിഷ്, ഒരു റൗണ്ട് ഷേപ്പ് ഇപ്പോഴുള്ള പാദസരം ഞാൻ ഇടലില്ല.
ഞാൻ അയച്ചു വെച്ചിനാ. എന്താ ഞാൻ വാങ്ങി തന്നോണ്ടാ? അല്ലല്ല, അവൻ വാങ്ങി തന്നിട്ടല്ലോ ചോദിച്ചല്ലോ. അല്ല ഞാൻ വാങ്ങി തന്നോണ്ടാണോ അത് അയച്ചു വെച്ചത്? അല്ലല്ലല്ല, അതുകൊണ്ടൊന്നല്ല, ഞാൻ ചുമ്മാ അയച്ചു വെച്ചതാ. ഒന്നുമില്ല, വെറുതെ അയച്ചു വെച്ചതാ. നിനക്ക് കുറച്ച് ഹീലുള്ള ടൈപ്പ് ചെരുപ്പിടറോ? ഹീലുള്ള ടൈപ്പ് ഓൻ അത്ര ഹീൽ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഓൻ അത്ര ഇങ്ങനെ അധികം പറഞ്ഞിട്ടില്ല ഹീലുള്ള ചെരുപ്പ് ഇടാന്ന്. അപ്പൊ ഞാൻ പറയുന്നൊന്നും സ്റ്റൈലല്ലല്ലോ. അല്ല അങ്ങനെയല്ല, അവൻ കുറച്ചും കൂടി ചെറുതല്ലേ. അതെ അവനെ ശരി, അത്ര ചെറുത്. അവനറിയാം. അത് ഇപ്പോഴത്തെ മോഡലെല്ലാം അവന് നന്നായിട്ട് അറിയാം. അത് അവന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം. അതിനടുത്ത് ചോദിച്ച് മൂക്കുത്തി കുത്താൻ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഏട്ടന് തീരെ ഇഷ്ടമല്ല മൂക്കുത്തി കുത്തുന്നതാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു എന്നാ പിന്നെ വിട്ടേ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ പറയും എനിക്കങ്ങനെ മൂക്കുത്തി കുത്തിയ ഗേൾസിനാണ് ഇഷ്ടം ചോദിച്ചു. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചിരുന്നേ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പം വേറെ നിന്റെ കാല് വെച്ചിട്ട് എന്താ ചെയ്ത്? കാശ്മീരി മസാജ് ചെയ്താന്ന്. അവന് നല്ലോണം മസാജ് ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ ജസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റലായിട്ടാണോ വർക്ക് ചെയ്തത്. നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്, നല്ലോണം തടവിത്തരും കാല്. വേറെന്താ ചെയ്ത് അത് വെച്ചിട്ട്? വേറെ ഒന്നുമില്ല, മടിയിൽ ഇങ്ങനെ വെച്ച് തടവും, പിന്നെ നെയിൽ പോളിഷ് ഇട്ടിരും, വിരളെല്ലാം ഇങ്ങനെ പിടിച്ച് വലിക്കും.